എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ വേദിയുടെ വിക്രത്തിന്റെ അടുത്ത ആഴ്ചയിൽ നല്ലൊരു പ്രഭവവിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തിൽ നമ്മൾ കാണാൻ പോകുന്ന വേദയും വിക്രവും കൂടെ ഭജന ഇരിക്കാൻ പോവാണ്. അപ്പൊ ഭജന ഇരിക്കണമെന്നൊക്കെ കമലയും വേദയും കൂടെ ചേർന്നിട്ട് ഒരു തീരുമാനമൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ വിക്രത്തിനെ ഒരു ദിവസം ക്ഷേത്രത്തിൽ കൊണ്ടേ ഭജന ഇരുത്തുവാണെങ്കിൽ ഒരു പക്ഷെ ഇപ്പോഴത്തെ ഈ ദശാസന്ധി ദുരിതങ്ങളൊക്കെ മാറിക്കിട്ടും എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടായിരുന്നു. ഒരു പക്ഷെ വിക്രത്തിന് മാറാനുള്ള ഒരു അവസരമാണെങ്കിലോ അങ്ങനെ വീണ് കിട്ടുന്നേ. അങ്ങനെ അവസാനം വിക്രവും സമ്മതിക്കുകയാണ്. അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിക്രത്തിന് ഒരു എതിരഭിപ്രായമില്ല. അവസാനം വിക്രം സമ്മതിച്ചു, ഞാൻ ഭജന ഇരിക്കാൻ പോകുന്നൊക്കെ സമ്മതിക്കുകയാണ്. വേദയ്ക്ക് സന്തോഷമായി. അങ്ങനെ വിക്രം എന്ത് ചെയ്യാണ്, വൈകുന്നേരം പോവാനായിട്ട് റെഡിയാവുകയാണ്. ഈ സമയത്ത് വിക്രം ഭജന ഇരിക്കാൻ പോകുന്നുണ്ടെന്നുള്ള കാര്യം വിനായകൻ അറിയുവാണ്. വിനായകൻ അപ്പം തന്നെ എന്ത് ചെയ്യുവാണ്, ഗുണ്ടാഭിലാഷിനെ കാണാനായിട്ട് ചെല്ലുവാണ്. അപ്പൊ അവന് കുറച്ച് പൈസ കൊടുക്കുകയാണ്, കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കാം. ആഗ്രഹം പോലെ കാര്യങ്ങളൊക്കെ നടക്കും. കുറച്ച് പൈസ മേടിച്ചിട്ടുണ്ട് ശ്രീകാന്തിന്റെ കയ്യിൽ നിന്ന്. കാരണം വിക്രത്തിന് എങ്ങനെയാലും പോലീസ് സ്റ്റേഷനിൽ ഒന്ന് കയറ്റണം, അവനിട്ട് ഒരു പണി കൊടുക്കണം. സ്വന്തം അനിയനാണെന്നൊരു ചിന്ത പോലും ഇല്ല. അതൊന്നും ഇല്ലാതെയാണ് അയാൾ ദുഷ്ടൻ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നീട് അഭിലാഷിനെ പോയി കണ്ടു പറയണം, എങ്ങനെ ആ വിക്രത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം, നിനക്ക് എത്ര രൂപ വേണേലും തരാന്ന് പറയാണ്. ഇന്ന് അവന് വൈകുന്നേരം ക്ഷേത്രത്തിൽ ഭജന ഇരിക്കാൻ പോകുന്നുണ്ട്. ആ സമയത്ത് എന്തേലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോളാൻ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവന്മാരൊരു തീരുമാനം എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് പറ്റിയ അവസരം തന്നെയാണ് അവനിട്ട് പണി കൊടുക്കാൻ വേണ്ടിയിട്ട്. കൂടെ ആ ശോഭയും കൂട്ടരും ഉണ്ടല്ലോ, ശോഭയുടെ മെയിൻ ഗുണ്ടയാണല്ലോ ഈ പറയുന്ന അഭിലാഷ്. പിന്നീട് എന്ത് ചെയ്യണം, അഭിലാഷും കൂട്ടാളികളും ചേർന്ന് തീരുമാനം എടുക്കുകയാണ്. അങ്ങനെയാണ് അവനിട്ട് അവിടെ വെച്ചിട്ട് പണി കൊടുക്കാം. ഇനി അവൻ പുറത്തിറങ്ങരുത്, അകത്ത് തന്നെ കിടക്കണം. അങ്ങനെ കിടക്കാൻ പറ്റുന്നൊരു പണി കൊടുക്കണം. വിക്രത്തിനെ വെച്ച് ഒരു കളി കളിക്കാൻ തന്നെ തീരുമാനിച്ചു. പിന്നീട് വിക്രം എന്ത് ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. വിക്രം വൈകുന്നേരം പോകാനായിട്ട് റെഡിയായിട്ട് അങ്ങോട്ട് വരുവാണ്. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിഷം മൂക്കത്ത് വിരൽ വെച്ചു പോയി. ഇതാര്, വിക്രം തന്നെയാണോ? കാരണം മുണ്ടൊക്കെ എടുത്ത് വന്ന് ഇത്രയും കാലം പാൻറ്റൊക്കെ ഇട്ടുകൊണ്ട് നടന്നിരുന്നവനാണ്. പെട്ടെന്ന് ഒരു ദിവസം ക്ഷേത്രത്തിൽ പറഞ്ഞിട്ട് മുണ്ടൊക്കെ എടുത്തോണ്ട് അങ്ങോട്ട് വരുന്ന കണ്ടപ്പം വിഷം പിടിച്ച്, കൊള്ളാലോടാ, നീ ആളാകെ മാറിപ്പോയിട്ടുണ്ടല്ലോ, ഇപ്പൊ ഒരു ഭക്തി ലുക്കൊക്കെ മുഖത്ത് വന്നിട്ടുണ്ടെന്ന് പറയണേ. ഇത് കേട്ടപ്പത്തേനും വിക്രം പറഞ്ഞു, ഒന്നും മിണ്ടായിരിക്കും എന്റെ വിശ്വട്ടാ, മനുഷ്യനെ വെറുതെ കളിയാക്കല്ലെന്ന് പറയാം. അല്ലടാ സത്യമായിട്ടുണ്ട്, ഇപ്പൊ നിന്നെ കണ്ട മുഖത്തൊരു ഐശ്വര്യമൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയാണ്. ഒരു ഭക്തിയൊക്കെ നിന്റെ മുഖത്തുണ്ടെന്ന് പറയാം. അപ്പോഴേക്കും വേദ അങ്ങോട്ട് റെഡിയായിട്ട് വന്നു. വേദനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ഒന്ന് അടിമുടി നോക്കി. വേദ നല്ല സുന്ദരിയായിട്ടായിരുന്നു ഒരുങ്ങി വന്നിരിക്കുന്നത്. പിന്നീട് നേരെ കമലയുടെ അടുത്തേക്ക് എല്ലുവാണ് വേദ എന്നിട്ട് പറഞ്ഞു, അമ്മ ഞങ്ങൾ പോയിട്ട് വരാന്ന് പറയാ. ഇത് കേട്ടപ്പം കമല പറഞ്ഞു, പോയിട്ട് വാ മോളെ, ഒരു പക്ഷേങ്കിൽ ഈ യാത്രയും കൊണ്ട് ചിലപ്പോൾ അവൻ എന്തെങ്കിലും മാറ്റം ഉണ്ടാവേണ്ട ചാൻസ് ഉണ്ട്, നന്നാവാനായിട്ടും. അതുകൊണ്ടായിരിക്കും അവൻ സമ്മതിച്ചത്, അല്ലെങ്കിൽ ഒരിക്കലും അവൻ ഇങ്ങനെ ഒന്നും സമ്മതിക്കുന്നല്ലോ. അപ്പോഴേക്കും വിക്രം വന്നിട്ട് പറഞ്ഞു, പോയിട്ട് വരാന്ന് പറയണം. പോയിട്ട് വരണം, പോയിട്ട് വരിക മാത്രമല്ല വന്നു കഴിയുമ്പോൾ ഒരു പുതിയ ആളായിട്ട് വേണം തിരികെ വരാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് കമല ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ഇത് കേട്ടോണ്ടാണ് അങ്ങോട്ടേക്ക് സുകുമാരൻ മാഷ് വരുന്നത്. മാഷ് പറഞ്ഞു, അമ്പലത്തിലൊന്നും വിട്ടിട്ടൊന്നും ഒരു കാര്യമില്ല, അതിന്റെയൊക്കെ സമയമൊക്കെ പണ്ടേ കടന്നു പോയതാന്ന് പറയണ. പെട്ടെന്ന് കമല പറഞ്ഞു, ഒന്നും മിണ്ടാതിരിക്കണ്ടേ മാഷേ, നല്ലൊരു കാര്യത്തിന് പോകുമ്പോ ഇങ്ങനെയൊക്കെയാണോ പറയണെന്ന് ചോദിക്കും. ക്ഷേത്രത്തിലേക്ക് പോകുന്നോ കൊള്ളാം, ഇനിയിപ്പൊ ക്ഷേത്രം കൂടെ അശുദ്ധിയാക്കാൻ നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രത്തിനെ കളിയാക്കുവാണ് സുധാരൻ മാഷ്. ഈ സമയം കമല പറഞ്ഞു, എന്തിനാ എടേ, നിനക്കറിയാവുന്ന കാര്യല്ലേ, മദ്യപിച്ച് നടക്കുന്ന ഇവനൊക്കെ ക്ഷേത്രത്തിൽ പോയിട്ട് എന്ത് ചെയ്യാനായിട്ടാ, ഇവന്റെ സ്വഭാവം അറിയാവുന്നിട്ട് തന്നെയാണോ നീ ഇതേ ദൈവങ്ങളെ പിടിച്ചുള്ള കളിയാ, സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ പണി കിട്ടൂന്നൊക്കെ സുകുമാരൻ മാഷ് അങ്ങനെ പറയണം. ഈ സമയം കമല പറഞ്ഞു, ദേ മാഷെ ഒന്നും മിണ്ടാതിരിക്കുക, എങ്ങനെയെങ്കിലും അവിടുന്ന് പോയിട്ട് വരട്ടെ എന്നൊക്കെ പറയാണ്. പിന്നീട് വേദയും വിക്രമും കൂടെ പോവാണ്. ഈ സമയത്ത് നന്ദിനി പറഞ്ഞു, എത്ര സമയം ഇരിക്കുമെന്ന് കണ്ടറിയണം. ആള് വിക്രമല്ലേ, അവൻ ഇത്തിരി സമയം കഴിയുമ്പോഴത്തേനും ഇങ്ങോട്ട് തിരിച്ചു വരും, പോയ ഇവിടെ തന്നെ തിരിച്ചു വരും. അവസാനം കണ്ടു വേദ കരഞ്ഞോണ്ടാ പുറകെ വരുന്ന കാണാം. അവന്റെ സ്വഭാവം നമുക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. അവൻ പോയി ഭജന ഇരിക്കാനൊന്നും പോകുന്നില്ല, അവനാണ് നല്ല ആള്. ഒരു 10 മിനിറ്റ് നേരം അവിടെ ഇരുന്നാൽ കൊള്ളാന്ന് പറയണം. പിന്നീട് അവരങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോവാ. ക്ഷേത്രത്തിലേക്ക് പോയി കഴിയുമ്പോഴത്തേനും രാധ അങ്ങോട്ടേക്ക് വന്നു. രാധ വന്നു കഴിയുമ്പോഴത്തേനും ശ്രീ ചോദിച്ചു, എന്തൊക്കെയുണ്ട് രാധ വിശേഷങ്ങളെന്ന് ചോദിക്കുക. അങ്ങനെ സംസാരിക്കുന്ന ഇടയ്ക്ക് നന്ദിനി വന്നിട്ട് പറഞ്ഞു, നീ ഇങ്ങനെ ഓട്ടോറിക്ഷ ഓടിച്ച് നടന്നു, ഇതേ രണ്ടുപേരും കൂടെ ഭജന ഇരിക്കാൻ പോയിട്ടുണ്ടെന്ന് പറയാണ്. ഭജന ഇരിക്കാനോ? അതെ, ക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ട്, വിക്രമും അവളും കൂടെ പോയിട്ടുണ്ടെന്ന് പറയാം. ഇത് കേട്ടപ്പം രാധയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. രാധ പിന്നെ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോവാണ്. നന്ദിനി പറഞ്ഞു, എന്തൊരു നല്ലൊരു പെങ്കൊച്ചായിരുന്നു, ഈ വീട്ടിലേക്ക് അവള് വരുമായിരുന്നെങ്കിൽ എന്റെ വിക്രത്തിന് സ്വർഗമായിരുന്നു പറയണ. ഇത് കേട്ടപ്പോ ശ്രീജ പറഞ്ഞു, ഒന്ന് മിണ്ടാതിരിക്കാവോ, മനുഷ്യൻ ഇത് കേട്ട് കേട്ട് മടുത്തല്ലോ എന്ന് പറയാണ്. വേദയ്ക്ക് എന്താ ഒരു കുഴപ്പം, അവൾക്ക് ഒരു കുഴപ്പമില്ല, അവൾ നല്ല മിടുക്കി കുട്ടി തന്നെയാന്ന് പറയാണ്. ഇത് കേട്ടോണ്ട് വന്ന കമല പറഞ്ഞു, അത് ശരിയാ, കണ്ടു അവള് വിക്രത്തിനെ മാറ്റിയെടുക്കൂന്ന് പറയാണ്.
പിന്നീട് വേദയും വിക്രമും ക്ഷേത്രത്തിലേക്ക് പോവാ. അങ്ങനെ വൈകുന്നേരത്തെ ദീപാരാധനയൊക്കെ തൊഴുത് ഇങ്ങോട്ട് അങ്ങോട്ട് ഇരിക്കുന്ന സമയത്ത് വേദ എന്ത് ചെയ്യുവാണ്, കയ്യിലിരുന്ന ചന്ദനം എടുത്ത് വിക്രത്തിന്റെ നെറ്റിയിലേക്ക് അങ്ങ് തൊട്ട് കൊടുക്കുകയാണ്. വിക്രം എതിരൊന്നും പറഞ്ഞില്ല, എന്തോ വിക്രം അനങ്ങാതിരുന്നു. പിന്നീട് ഭജന ഇരിക്കേണ്ട സ്ഥലത്ത് അവർ പോയി ഇരിക്കുകയാണ്. ആ സമയത്ത് അവർ ഈ പ്രദക്ഷിണം വെക്കുന്ന സമയത്തൊക്കെ വിക്രം വേദനെ നോക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് വേദ വിക്രത്തിനെ നോക്കുന്നുണ്ട്. വേദ പക്ഷെ ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല, വിക്രത്തിന് ഇത്ര പെട്ടെന്ന് ഇത്രയ്ക്ക് മാറ്റം ഉണ്ടാവുന്നൊക്കെ ഒന്നും അറിയില്ലായിരുന്നു. പിന്നീട് തിരുമേനി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേനും വേദ പറഞ്ഞു ഞങ്ങള് ഭജന ഇരിക്കാൻ വന്നാന്ന് പറയാം. അത് നല്ല കാര്യമാണ്, ഒരു പക്ഷേ മനുഷ്യന് എപ്പോഴാണ് മാറ്റങ്ങൾ ഉണ്ടാവുന്നത് എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ തിരുമേനിയും പറയണം. അങ്ങനെ അന്ന് രാത്രിയിൽ അവർ ഉറങ്ങാതെ അവിടെ ഇരിക്കുകയാണ്. ഈ സമയത്ത് വേദയും വിക്രം കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നൊക്കെ ഉണ്ട് അവിടെ ഭജന ഇരിക്കുന്ന സമയത്ത്. വേദ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പക്ഷെ അന്ന് രാത്രിയിലാണ് ആ കൊടും ക്രൂരത, ആ ചതി നടക്കണത്. കാരണം ഗുണ്ടാഭിലാഷും ഗുണ്ടകളും ചേർന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ മോഷ്ടിക്കുവാണ്. അവിടെ ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം പണം, അവിടുത്തെ പണവും സ്വർണമൊക്കെ മോഷ്ടിക്കുവാണ്. പക്ഷെ ഇതൊന്നും ഈ പറയുന്ന വേദ ആദ്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം നോക്കുമ്പോഴത്തേനും ആരാണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ വിക്രത്തിന് തോന്നി ആരോ ഒരാൾ മോഷ്ടിക്കാൻ വേണ്ടി വന്നാന്ന്. ഈ സമയം വിക്രം അവരുടെ പുറകെ ഓടുകയാണ്. പക്ഷെ പുറകെ ഓടിയെങ്കിലും ആളെ കിട്ടിയില്ല. അപ്പോഴേക്കും വേദ എന്ത് ചെയ്യാണ്, വേദ അങ്ങോട്ടേക്ക് എന്താ വിക്രം എന്താന്ന് ചോദിക്കുകയാണ്. അല്ല ആരോ ഇവിടുന്ന് ഇറങ്ങിപ്പോയെന്ന് പറയണം. ഇത് കേട്ടപ്പോഴത്തേനും വേദ പറഞ്ഞു ചിലപ്പോൾ തോന്നിയതായിരിക്കും എന്ന് പറയാം. പക്ഷേങ്കിൽ പിറ്റേ ദിവസം രാവിലെ തിരുമേനി വന്നു കഴിയുമ്പോഴാണ് ആ കാഴ്ചകൾ കാണുന്നത്. അവിടെ പൂട്ടൊക്കെ കുത്തി തുറന്ന് അവിടെ മോഷണം നടന്നിരിക്കുന്നുള്ള കാര്യം ഇതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം വിക്രത്തിനെ സംശയിക്കുന്നത്. വിക്രമാണല്ലോ ക്ഷേത്രത്തിലുണ്ടായിരുന്നേ. അപ്പൊ അവൻ ഭജന ഇരിക്കാൻ വന്ന മോഷ്ടിക്കാനാന്നുള്ള ഇതങ്ങ് പരക്കുവാണ്. വിക്രം ക്ഷേത്രത്തിൽ കയറി മോഷ്ടിച്ചെന്നുള്ള ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ വിക്രത്തിനെ കുറ്റപ്പെടുത്തുകയാണ്. വേദയ്ക്കും ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം വേദ നിർബന്ധിച്ചുകൊണ്ടാണ്, വേദയും കമലയും നിർബന്ധിച്ചുകൊണ്ടാണ് വിക്രം അങ്ങോട്ട് ക്ഷേത്രത്തിലേക്ക് വന്നത് തന്നെ. പക്ഷെ വേദയ്ക്ക് അറിയായിരുന്നു വിക്രം ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല, തന്നോടൊപ്പം വിക്രം ഉണ്ടെന്നുള്ള ആ കാര്യമൊക്കെ. പക്ഷെ വേദ അത് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. അവസാനം പോലീസ് വന്ന് വിക്രത്തിനെ പിടികൂടുകയാണ്. വിക്രത്തിനെ കൊണ്ടുപോകുന്ന സമയത്ത് വേദ പറഞ്ഞില്ല വിക്രം അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞെങ്കിലും ആരും വിശ്വസിച്ചില്ല. അവസാനം വല്ലാത്ത വിഷമത്തിലായി പോയി വേദയ്ക്ക്. ആ സമയം രാധ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. രാധയും വന്ന് പറയുന്നുണ്ട്. രാധയ്ക്കും ഭയങ്കര വിഷമായി വിക്രത്തിനെ കൊണ്ടുപോകുന്നതാണ്. ഒന്നുമല്ലേലും മനസ്സിലിട്ട് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന പുരുഷനാണല്ലോ. പിന്നീട് വേദ ഒരു കാര്യം തീരുമാനിച്ചു, ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. വേദ നേരെ കാണാൻ ചെല്ലുന്ന ശ്രീനിവാസ് സാറിനെയാണ് കാണാൻ ചെല്ലുന്നത്. അങ്ങനെ ശ്രീനിവാസ് സാറിന്റെ അടുത്ത് ചെന്നപ്പോൾ തന്നെ ശ്രീനിവാസൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ മോഷണം പോയെന്നൊക്കെ. ഇതറിഞ്ഞ ഇപ്പൊ ശ്രീനിവാസന് ആകെപ്പാടെ കട്ടക്കലിപ്പിലായിരുന്നു. അങ്ങനെ ചെന്നിട്ട് പറഞ്ഞു വിക്രത്തിനെ എങ്ങനെയല്ലോ ഇറക്കണം, വിക്രം അങ്ങനെ ഒരു ചതിയും ചെയ്തിട്ടില്ല, ഒരിക്കലും വിക്രം ചെയ്തിട്ടില്ല, എന്നോടൊപ്പം ഉണ്ടായിരുന്നു പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീനിവാസ് സാർ പറഞ്ഞു പിന്നെ ആരാ അവിടെ ക്ഷേത്രത്തിൽ ആ കൃത്യ സമയത്ത് തന്നെ അവിടെ മോഷണം നടക്കണമെങ്കിൽ വേറെ ആരാ പുറത്തുനിന്ന് നമ്മൾ ആരെങ്കിലും ചെയ്തോന്നൊക്കെ ചോദിക്കുക. പക്ഷെ വേദ അവസാനം കയ്യെ കാലൊക്കെ പിടിച്ചു പറഞ്ഞു. ഈ സമയം ശ്രീനിവാസ് സാർ പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് നാണക്കേടായിരിക്കും ബലം, അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഇടപെടില്ല എന്നൊക്കെ പറയണം. പിന്നീട് വേദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവസാനം വേദ അങ്ങനെ വീണ്ടും ഇത് എങ്ങനെയും വിക്രത്തിനെ ഇറക്കിയാൽ മതിയാവുള്ളൂ, വിക്രം കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തണം, അതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കുകയാണ്. എങ്ങനെയും കണ്ടെത്താൻ തന്നെ തീരുമാനിച്ചു. പിന്നീട് ദർശന്റെ സഹായം തേടുന്നുണ്ട്. അതിനുശേഷം അവിടെയുള്ള CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട് പോയി. അങ്ങനെ വേദ അവസാനം ആ സത്യത്തിൽ എത്തിച്ചേരുവാണ്. വിക്രമല്ല ആ കള്ളത്തനം ചെയ്തെന്നുള്ള കാര്യം, അത് ചെയ്ത് വേറെ മോഷ്ടാക്കളാന്നുള്ള കാര്യം. അങ്ങനെ വിക്രത്തിനെ ജയിലിൽ നിന്നൊക്കെ ഇറക്കുന്നുണ്ട്. ഇപ്പൊ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്ന പറഞ്ഞാലും വേദ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി വിക്രത്തിന്റെ കൂടെ കട്ട സപ്പോർട്ടായിട്ടുണ്ടെങ്കിൽ വിക്രത്തിനൊന്നും സംഭവിക്കില്ല എന്നുള്ള കാര്യം കമലയ്ക്കും അവർക്കെല്ലാം മനസ്സിലാവുകയാണ്. അങ്ങനെ അവർ വീണ്ടും ഒന്നാവുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഒരു പക്ഷേങ്കിൽ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രം തന്റെ മനസ്സിലുള്ള ആ രഹസ്യങ്ങളൊക്കെ താൻ എന്തുകൊണ്ട് എങ്ങനെ ആയി എന്നൊക്കെ വേദയോട് തുറന്നു പറയായിരിക്കും. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.